ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഒരു പോലീസുകാരന്റെ പ്രണയാഭിലാഷങ്ങൾ കൊള്ളാം. മോസ്റ്റ് മോഡേൺ ഒന്നും അല്ലെങ്കിലും വായനക്കാർക്ക് മനസ്സിലാവും. ആ സുജാതെ പറ. എന്തായി സാറേ കഥയുടെ കാര്യം? എഴുതി കഴിഞ്ഞോ? എന്റെ പൊന്നു സുജാതെ, ഇത് കുറച്ച് കടുത്തു പോയി കേട്ടോ. എന്നെ പോലൊരു മൊരട്ട് പോലീസിനെ കൊണ്ട് കഥ എഴുതിക്കാന്ന് വെച്ചാ, എടോ താനല്ലാതെ വേറെ ആരെങ്കിലും ഈ സാഹസം കാണിക്കോ? എന്റെ സാറേ എന്ത് ചെയ്യാൻ പറ്റും? വാർഷിക പതിപ്പിന്റെ ചാർജ് എനിക്കായി പോയില്ലേ? ആരെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് എഴുതിപ്പിക്കണ്ടേ? എടോ അതിനെന്റെ ടച്ചൊക്കെ പോയി കിടക്കുക. പണ്ടൊരു കയ്യബദ്ധം പറ്റി കോളേജിൽ കഥ എഴുതിയപ്പോ ഫസ്റ്റ് കിട്ടിയെന്ന് വെച്ച്. കയ്യബദ്ധമൊന്നുമല്ല, ആ കഥ ഞാനും വായിച്ചതല്ലേ. സാറിന്റെ ജൂനിയർ ആണെന്നും പറഞ്ഞ് ഞങ്ങളൊക്കെ അന്ന് എന്തുമാത്രം അഭിമാനിച്ചെന്നോ. കോളേജിലെ മുഴുവൻ പെമ്പിള്ളേരും അന്ന് സാറിന്റെ ആരാധകരായിരുന്നു. എന്റെ അമ്മോ, താണെന്ന് ചുമ്മാ ഇരുന്നേ. ഞാൻ സത്യം പറഞ്ഞതാ സാറേ. സാറ് കോളേജിൽ ഞങ്ങളുടെ ബിജു മേനോനായിരുന്നു. ആണോ? ആ പിന്നെ സാറിന് ഓർമ്മയുണ്ടോ അന്ന് എഴുതിയ ആ കഥയുടെ പേര്? ഇല്ലടോ, ഞാനത് മറന്നുപോയി. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. സ്വപ്നങ്ങൾ മരിക്കുന്നില്ല. സത്യം തന്നെ കേട്ടോ, എനിക്കിപ്പോഴാ ഓർമ്മ വന്നേ. സാർ അന്ന് എഴുതിയത് ഒരു അലക്കുകാരന്റെ കഥയായിരുന്നില്ലേ? രാജാവിന്റെ വാക്ക് കേട്ട് ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച ഈ രാമായണം തിരിച്ചിട്ടിട്ട്. അതെ അതെ, സുജാതയ്ക്ക് എന്തൊരു ഓർമ്മയാ? എടോ ഞാൻ തന്നെ ഇത് മറന്നുപോയി. ഞാൻ മറന്നിട്ടില്ല. പക്ഷെ ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടുകാരികൾ ആരും. സാറിന്റെ കഥ വായിച്ച് അന്ന് ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. ഓ താങ്ക് യു. എന്തിന് കരഞ്ഞതിനോ? അല്ല, എന്റെ കഥ വായിച്ചേന്. അപ്പൊ സാറ് വരുമ്പോ കഥ കൊണ്ടുവാ, ഇന്ന് തന്നെ DTPക്ക് കൊടുക്കാം. പിന്നെ സാറ് തന്നെ പ്രൂഫ് നോക്കി തരണം കേട്ടോ. നോക്കട്ടെ. ശരി സർ, വന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ ശരി.